ചിക്കോ നീ അച്ഛന്റെ ടീമല്ലേ? നോ നോ എന്ന് പറയാ ചിക്കോ. എടി നീയും കാലു മാറിയല്ലേ? ഞാനുണ്ടായിരുന്നല്ലോ നിനക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചേ. അമ്മയും കണക്കാണ് മോളും കണക്കാണ്. ಚಿಕ್ಕು ಅಚ್ಚನ್ ತೆಣಗಿಯಲ್ಲೇ ನೀ ഇവിടെ തന്നെ ಇರಿಕೆ. ನಾ ಅಚ್ಚನ ಇನ್ನು ಸ್ವಲ್ಪ ಕೋಪ ಬರ್ಸ್ಬರ್ತೀನಿ, ಓಕೆನಾ? നോക്കിയേ നോക്കിയേന്ന് നോക്കല്ലേ ഇത്? കാറിനെക്കാളും നമുക്കിപ്പോ വീടല്ലേ ആവശ്യം. കാർ മേടിക്കണ കാശിന് വീട് മേടിക്കാൻ പറ്റുമോ? ഞാൻ വല്ല 2 ലക്ഷം രൂപയ്ക്ക് കാർ മേടിക്കണ കാര്യം പറയുമ്പോ അയ്യേ ആ കാറില് നാവ് ബರೋದಿಲ್ಲಪ್ಪ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് 2 പേർക്ക് ഇപ്പൊ വയസ്സ് 30. നമ്മൾ ഈ ഹൗസിംഗ് എടുത്തിട്ട് തീരുമ്പത്തേക്ക് ഏകദേശം 60 വയസ്സാവോ? ಅದಕ್ಕೆ അത്രയും വർഷത്തിനുള്ളിൽ കൊച്ചിന്റെ സ്കൂൾ ചെലവ്, കോളേജ് ചെലവ്, അവളുടെ കൂട്ടുകാരും കൂടി നമ്മളെ പറ്റിക്കാൻ പോണ ചെലവ്. നീ നിന്റെ അച്ഛനെ പറ്റിച്ച പോലെ. അല്ല ഞാൻ പറഞ്ഞിട്ട് നീ നിന്റെ അച്ഛനെ പറ്റിച്ച പോലെ. അങ്ങനെ അവളുടെ കോളേജും കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. അപ്പൊ ഹൗസിംഗ് ലോൺ ഉള്ളതാണോ നല്ലത്, ഇല്ലാത്താണോ നല്ലത്? അയ്യോ ഞാൻ ഇഷ്ടമുള്ള യോജന മാടില്ലപ്പ. യോജന മാടണം, നന്നായിട്ട് യോജന മാടണം ആയിട്ടാ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്നെ കിട്ടിയതുപോലെ കാശൊന്നും വേണ്ടാത്ത ഒരു ചെക്കനും കിട്ടണം നമുക്ക്. ഒന്നും മിണ്ടല്ലോ, പ്രശ്നമായ. അതേ ഒന്ന് നോക്കുന്നു. നീ എന്റെ കാശിനെ മേടിച്ചിട്ടില്ല അല്ലടാ? എന്റെ 4 വള, 2 ചെയിന്, കാലുങ്ര. അതെന്ത് സാധനം? മേടിക്കുമ്പോ നിനക്കൊന്നും ഓർമ്മ ഉണ്ടാവൂല. എന്റെ ഡെബിറ്റ് കാർഡ് വരെ നിന്റെ കയ്യിലായിരുന്നില്ലടാ. ഇഷ്ടെಲ್ಲ ಕೊಟ್ರು ನಿಂಗೆ ಆಡ್ತೀಯಲ್ವಾ? വടിയോട് കടി മേടിച്ചതുപോലെ അല്ല. ഇനിയിപ്പോ എന്തായാലും മൊത്തം കേൾക്കണ നല്ലത്. ഒരു കോമഡി ഇറക്കി നോക്കാം. എന്താ നിർത്തിയത്? ബാക്കിയും കൂടി പറ. മറ്റേ ട്രിപ്പ് പോയപ്പോ കാശ് കൊടുത്തത് അത് ഞാൻ എനിക്ക് തോന്നുമ്പോ പറയും. ഇതൊന്നുമല്ല ബാ എനിക്കിത്. അപ്പൊ ഇനി അങ്ങനെ ഒരു 3-4 ദിവസം പോയി കിട്ടി. എന്നിട്ട് ഡിന്നർ എന്താ? ഒലക്ക പോയിത്.